ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകട്ടെ. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് കേട്ടിരിക്കുന്നു. ഓരോ ദിവസവും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയും ദൈവവചനവും നിങ്ങൾ കേൾക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ സംഭവിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ആണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചില്ല എന്ന് വരും. എന്നാലും ആത്മീയമായി വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, വ്യക്തികൾ രൂപാന്തരപ്പെടുന്നുണ്ട്. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാവുന്ന മറ്റുള്ളവർക്കും കൂടി അയച്ചു കൊടുക്കുക. ഈ പ്രാർത്ഥനയിൽ കൂടി കർത്താവ് നിങ്ങളുടെ സുസ്തുതി പ്രഖ്യാപിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വന്ന് ഭവിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിനും നിങ്ങൾ സഹായം ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ കരം നിങ്ങളെ സഹായിക്കാൻ ഓടിയെത്തുന്നുണ്ട്. അതിനാൽ കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ച് ഈ രാത്രിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച്, നിയോഗങ്ങളെ സമർപ്പിച്ച്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ മേൽ കരുണ ചൊരിയുന്നു. കർത്താവിൻ്റെ ശക്തിയാണ് ഈ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും നിങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുന്നത്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. കർത്താവിൻ്റെ ശക്തി മനുഷ്യന് ഗ്രഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതിനാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരും, കർത്താവിൻ്റെ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരുടെയും മേൽ യജമാനനായ ദൈവം ഇടപെടുന്നുണ്ട്. യജമാനനായ ദൈവത്തിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്. നിങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത് വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലും കർത്താവ് കരുണ കാണിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെപ്പോലെ തന്നെ വേദനയിലും വിഷമങ്ങളിലും കഴിയുന്ന അനേകരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഒത്തിരി പ്രതിസന്ധിയിലായിരിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ഗൾഫ് പ്രദേശങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എല്ലാം തകർന്നു പോയവരുണ്ട്. മറ്റു പല രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും വിദേശത്ത് സകല അധ്വാനവും നഷ്ടപ്പെട്ട ഒറ്റയടിക്ക് എല്ലാം തകർന്നു പോയവരുണ്ട്. അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ, വിദേശത്ത് നമ്മുടെ ബന്ധുമിത്രാദികളല്ലാതെ ആരെങ്കിലും നിങ്ങൾക്ക് ഈ പ്രാർത്ഥന മനസ്സിലാകുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും ഇത് അയച്ചു കൊടുക്കുക. എല്ലാം നഷ്ടപ്പെട്ടാലും, ജീവിതത്തിൽ ഉള്ള അധ്വാനമെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടാലും, കർത്താവിനോടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്കോ അവർക്കോ പറ്റിയാൽ എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ 10 മടങ്ങ് നമുക്ക് തിരിച്ചു തരുന്ന കർത്താവാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. അതിനാൽ എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾ ഭാരപ്പെടരുത്. കർത്താവിനോട് കൂടുതൽ അടുത്ത് ബന്ധം സ്ഥാപിക്കുക. എന്തെന്നാൽ ഒരു ലോകം തന്നെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തരാൻ അവിടത്തേക്ക് സാധിക്കും. അതിനാൽ കർത്താവിനോടുള്ള ആഴമേറിയ വിശ്വാസവും ബന്ധവും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങളിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വൻ തകർച്ചകളിൽ നിന്നാണ് കർത്താവ് രക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന വേദനിക്കുന്ന പ്രിയപ്പെട്ടവരിൽ, സഹോദരി സഹോദരന്മാരിൽ, യുവതി യുവാക്കളിൽ, കുഞ്ഞുമക്കളിൽ, മാതാപിതാക്കളിൽ, വയോവൃദ്ധരിൽ ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഈ സൽപ്രവൃത്തി കാരണം കർത്താവ് നിങ്ങളുടെ മേൽ ഇരട്ടി അഭിഷേകം ചൊരിയും, ഇരട്ടി അനുഗ്രഹം ചൊരിയും. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 106 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആര് കീർത്തിക്കും? ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, എത്രയധികം അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കർത്താവേ, എത്രമാത്രം ഞങ്ങളെ ഓരോ ദിനവും രാത്രിയും പരിപാലിച്ചു പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ കാണണമേ. അവരുടെ മേൽ നീ കനിവ് തോന്നി അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിന്മേൽ, അവർ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളിന്മേൽ, അവർ കാണാൻ ആഗ്രഹിക്കുന്ന ചില അത്ഭുതങ്ങളിന്മേൽ, അവർക്കാവശ്യമുള്ള സൗഖ്യത്തിന്മേൽ ഇന്നീ രാത്രിയിൽ നീ ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ അവർക്ക് പ്രഥമ ദൃഷ്ട്യാ കാണാൻ അവരുടെ കണ്ണുകളെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, നിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ കൊതിച്ചിരിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയും അവിശ്വസ്തതയും പാപങ്ങളും ക്ഷമിച്ച് നിന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ രാത്രിയിൽ ഒരു അത്ഭുതം കാണാൻ, ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ അവർക്ക് ശക്തി കൊടുക്കണമേ. കർത്താവേ, സകലതും നഷ്ടപ്പെട്ടു പോയി, എല്ലാ അധ്വാനവും, വർഷങ്ങളായുള്ള അധ്വാനം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയ ചില പ്രിയപ്പെട്ടവർ എന്നെ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. കർത്താവേ, ഗൾഫ് രാജ്യത്തിൽ പോയി അധ്വാനിച്ച് ഉണ്ടാക്കിയതെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയ ചില സഹോദരന്മാർ, ചില സഹോദരിമാർ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നുണ്ട്. കർത്താവേ, ഞാൻ അവരെ പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, നിനക്ക് ഒരു പുതിയ ലോകം തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 10 മടങ്ങ് നിനക്ക് നൽകാൻ സാധിക്കും. ആരെങ്കിലും എൻ്റെ ഈ അവസ്ഥയെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ പ്രിയപ്പെട്ടവർ അകന്നുപോയി, ഇത് ആരെങ്കിലും മനസ്സിലാക്കി എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു ജോലി വീണ്ടും ലഭിച്ചിരുന്നെങ്കിൽ, എൻ്റെ നല്ല ഒരു ശമ്പളം, എൻ്റെ കടബാധ്യതകൾ തീർക്കാൻ, എൻ്റെ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ നല്ലൊരു ശമ്പളമുള്ള ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ നീ ഇടപെടണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രോഗമൊന്നും മാറിക്കിട്ടിയിരുന്നെങ്കിൽ, ഈ രോഗത്തിനൊരു ശമനമുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആരോഗ്യത്തോടെ എല്ലാം ചെയ്യാൻ, മറ്റ് ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ആരോഗ്യം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയത്തെ നീ തൊടണമേ. നീ ഇപ്പോൾ തന്നെ ഈ മക്കളുടെ വേദനയെ നീ അറിയണമേ. നിനക്കെല്ലാം അറിയാം, നിനക്കെല്ലാം സാധിക്കും. അതിനാൽ ഇന്ന് എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ, അവരുടെ കുടുംബത്തിൻ്റെ മേൽ, അവരുടെ സ്ഥലത്തിൻ്റെ മേൽ, ഭവനത്തിൻ്റെ മേൽ, അവരുടെ നാടിൻ്റെ മേൽ കർത്താവേ, നിന്റെ കരുണ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ഈ പ്രദേശങ്ങളെ മുഴുവൻ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന എത്തുന്ന ഓരോ സ്ഥലവും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നീ ചെയ്തു കൊടുക്കണമേ. മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളുടെ മേൽ കരുണ ചൊരിയണമേ. ഇനിയും പരീക്ഷ തീർന്നിട്ടില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ നിന്റെ കരുണ ചൊരിഞ്ഞ് ആത്മാർത്ഥമായി ഇനിയുള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനും നല്ലതുപോലെ പരീക്ഷ എഴുതുന്നതിനും എന്നെ കേൾക്കുന്ന ഈ കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ
ആശീർവദിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, വിജ്ഞാനം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഈ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യത്തിൻ്റെ മേൽ കർത്താവേ ഇന്ന് രാത്രിയിൽ തന്നെ ഇടപെടണമേ. നിൻ്റെ അത്ഭുതം കണ്ട് നാളെ ഉണർന്നെഴുന്നേൽക്കുവാൻ അവരെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാൻ വേറൊരാളില്ല, ഞങ്ങളെ കേൾക്കാൻ വേറൊരാളില്ല കർത്താവേ. അതുകൊണ്ട് നീ ഞങ്ങളെ കേൾക്കുകയും നീ ഞങ്ങളെ ശ്രവിക്കുകയും നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് നല്ലൊരു ഉറക്കം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ മേലും കരുണ ചൊരിയണമേ. ഈ രാത്രിയിൽ ശാന്തമായി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേൽപ്പിച്ച് ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങാൻ കൃപ തരണമേ. നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഭയത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറി, വേദന മാറി, വിഷമങ്ങൾ മാറി, ദുഃഖം മാറി കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശാന്തമായി സമാധാനത്തോടെ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ എഴുന്നേൽക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം കാണാൻ കർത്താവ് നിനക്ക് ശക്തി നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും വിദേശത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെ മേൽ വിദേശത്തുള്ള നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.